ഹായ് എവരി വൺ. ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ഡബ്ലിൻ വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ പിന്നെ എവിൻകുട്ടനെ സ്കൂളിൽ വിട്ടിട്ട് നേരിട്ട് ഡബ്ലിനിൽ പോകാമെന്ന് കരുതി. അങ്ങനെ അവനെ സ്കൂളിൽ വിട്ട് ഡബ്ലിനിൽ പോയി തിരിച്ച് വന്നപ്പോൾ ഏകദേശം ഒരു 12:15 കഴിഞ്ഞു. അങ്ങനെ അവനെ സ്കൂളിൽ നിന്ന് കളക്ട് ചെയ്ത് വീട്ടിലേക്ക് പോകുന്ന വഴി വിചാരിച്ചു നല്ല വിശപ്പ്, ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കി കഴിക്കാമെന്ന് പറഞ്ഞാൽ ഇത്തിരി ലേറ്റ് ആവില്ലേ, ആ വിശപ്പ് സഹിക്കാനും പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പ്ലാൻ ബിയിലേക്ക് മാറി വീട്ടിൽ പോയി കഴിക്കേണ്ട മക്ഡൊണാൾഡ്സിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ മക്ഡൊണാൾഡ്സിലെ സ്ഥിരം കസ്റ്റമേഴ്സായിരുന്നു. കാരണം എവിൻകുട്ടനോട് എവിടെ പോകേണ്ടതെന്ന് ചോദിച്ചാൽ അവൻ ഉടനെ പറയുന്നതാണ് മാക്കെന്ന്. എന്നാൽ ഇപ്പോൾ കുറേ നാളായി മക്ഡൊണാൾഡ്സിൽ പോയിട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മക്ഡൊണാൾഡ്സിൽ കയറി. എവിൻകുട്ടനാണ് ആദ്യം ഓർഡർ ചെയ്തത് അവൻ്റെ ഹാപ്പി മീൽ. അതിനകത്ത് എന്തായാലും ചിക്കൻ നഗറ്റ്സ് ഉണ്ട്, ചിപ്സ് ഉണ്ട്, പിന്നെ ഏതെങ്കിലും ഒരു ജ്യൂസ് ഓർഡർ ചെയ്യാം. അവൻ എടുത്തത് ബെറി ജ്യൂസാണ്. അതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു ടോയ് അല്ലെങ്കിൽ ബുക്ക് കിട്ടുമായിരുന്നു. അവന് ബുക്കല്ല, അവന് ടോയാണ് എപ്പോഴും വേണ്ടത്. അതുകൊണ്ട് അവന് ടോയും എടുത്തു. അവനുള്ളതെല്ലാം ഓക്കെ ആയി കഴിഞ്ഞ് എല്ലാം ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത് ഓർഡർ ചെയ്തത്. ഇനിയിപ്പോൾ ഞങ്ങൾക്കുള്ളതാണ്. ഞങ്ങൾ റാപ്പ് ഓഫ് ദി ഡേ ആണ് എപ്പോഴും ഓർഡർ ചെയ്യാറ്. ഇപ്പോൾ ഇത്തവണ ഞങ്ങൾ അത് വാങ്ങി. അതിൻ്റെ കൂടെ എന്തായാലും ഒരു മീൽ സെക്ഷനായിട്ടൊരു ഡ്രിങ്കും ഒരു ചിപ്സും വാങ്ങി, എക്സ്ട്രാ നഗറ്റ്സും വാങ്ങി. സ്ക്രീനിൽ ആദ്യമേ കാണിച്ചു ടേക്ക് അവേ മാത്രമേ ഉള്ളൂ, ഈറ്റിംഗ് ഇല്ലെന്ന്. പക്ഷേ ഞങ്ങളുടെ പ്ലാൻ ഈറ്റിംഗ് തന്നെയായിരുന്നു. അതുകൊണ്ട് ടേക്ക് അവേ കൊടുത്ത് അവിടെ ഇരുന്ന് കഴിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു കേട്ടോ. ഞങ്ങൾ കരുതിയത് ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അങ്ങനെ തിരക്കൊന്നും ഉണ്ടാവില്ലെന്ന്. പക്ഷേ മക്ഡൊണാൾഡ്സ് ഫുള്ളായിരുന്നു. ഈ ഫുഡ് വെയിറ്റ് ചെയ്യുന്ന സമയം വരെ പിള്ളേർക്ക് ബോറടിക്കാതിരിക്കാനേ അവരെ ഒന്ന് എൻഗേജ്ഡ് ആക്കാൻ അവിടെ പല സാധനങ്ങളും ഉണ്ട് കേട്ടോ. അതിലൊന്നാണ് ഈ ക്രൗണ്. നല്ല ഭംഗിയില്ലേ? അതേപോലെ ഒരു ഫ്ലാഗ് ഉണ്ടായിരുന്നു അതിനടുത്ത്. അത് അവരെടുക്കാൻ പോകുന്നതേ ഉള്ളൂ. പിന്നെ ഒരു കിറ്റ്. ആ കിറ്റിനകത്ത് ഒരു കളർ പെൻസില്, പിന്നെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള പേപ്പേഴ്സ്, ചിലപ്പോൾ പെയിൻ്റ് അടിക്കാനായിരിക്കാം, അല്ലെങ്കിൽ പസിൽസ് ആയിരിക്കാം. അങ്ങനെ വെറൈറ്റി പേപ്പേഴ്സ് ആയിരിക്കും ഓരോ ടൈം പോകുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. എന്തായാലും പിള്ളേർക്ക് ആർക്കും ബോറടിക്കില്ല കേട്ടോ. ഇങ്ങനെ അവർ ഓരോ ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആയിരിക്കുന്നുണ്ടേ. എന്തായാലും എൻ്റെ ചെക്കൂസ് ഭയങ്കര റെസ്പോൺസിബിൾ ആട്ടോ. അതുകൊണ്ട് ഈ ആക്ടിവിറ്റി സാധനങ്ങളെല്ലാം എൻ്റെ കയ്യിൽ തന്നിട്ട് അവൻ അപ്പയുടെ കൂടെ ഫുഡ് വാങ്ങാൻ പോയി. അങ്ങനെ ഫുഡ് വന്നു. ഇതാണ് ഹാപ്പി മീലിലെ ടോയ് കേട്ടോ. എനിക്ക് തോന്നുന്നത് പിങ്ക് കളർ കണ്ടതുകൊണ്ടേ അത് ബോയ്സിന് പറ്റിയൊരു ടോയ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അത് ഗേൾസിൻ്റെ ടോയാന്ന് തോന്നുന്നു. എന്തായാലും സാരമില്ല, മിച്ചു വലുതാകുമ്പോൾ മിച്ചുവിന് കൊടുക്കാമെന്ന് കരുതി. എന്തൊക്കെ പറഞ്ഞാലും മിച്ചൂസ് അവിടെ നല്ല ഉറക്കാം കേട്ടോ. അവളിതൊന്നും അറിഞ്ഞിട്ടേയില്ല. കഴിച്ചതിന് ശേഷം കുറച്ചേരം കൂടെ അവിടെ ഇരുന്നു. കാരണം ചെക്കൂസ് ആ ക്രൗണും വെച്ച് ഫ്ലാഗും ടോയും കൊണ്ടൊക്കെ നല്ല കളിയായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മെല്ലെ അങ്ങ് വീട്ടിലോട്ടങ്ങ് തിരിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്.